ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചിത്രവസ്ത്രയിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഡോക്ടർ ഷഹാന. ഇന്ന് നമ്മളൊരു മെയിൽ ബ്ലോക്ക് ഫിഗർ എങ്ങനെ വരയ്ക്കാം എന്നുള്ളത് പഠിക്കാം. ഇന്നലെ നമ്മൾ ഫീമെയിൽ ബ്ലോക്ക് ഫിഗർ പഠിച്ചു അല്ലേ? അപ്പോൾ ഇന്ന് നമുക്ക് ഇത് മെയിൽസിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളത് പഠിക്കണ്ടേ? നമുക്ക് ഫീമെയിൽസിൻ്റെ ഡ്രസ്സ് മാത്രമായിരിക്കുമല്ലോ ഡിസൈൻ ചെയ്യേണ്ടി വരിക. എനിക്ക് പേഴ്സണലി കൂടുതൽ ഇപ്പോൾ കിട്ടുന്ന പ്രൊജക്ട്സ് എല്ലാം മെയിൽ റിലേറ്റഡ് ആണ്. ജെൻസ് വെയർ ആണ് കിട്ടുന്നത്, കൂടുതലും ടീഷർട്ട്സ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതും പഠിക്കണം അല്ലേ? എല്ലാ മെഷർമെൻറ്റും കറക്റ്റായിട്ട് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊന്നും ഞാൻ റബ്ബ് ചെയ്ത് കളഞ്ഞിട്ടില്ല. വേണമെങ്കിൽ നമുക്കിതൊക്കെ റബ്ബ് ചെയ്തിട്ട് വൃത്തിയായിട്ട് ബ്ലോക്സ് മാത്രമാക്കിയിട്ട് കാണിക്കാം. പക്ഷെ അതല്ല, നമുക്ക് ഇപ്പോൾ ആർക്കെങ്കിലും ഒരു റെഫർ ചെയ്യണമെന്ന് വിചാരിക്കുക, അവർക്കൊക്കെ ഉപകാരപ്പെടുമല്ലോ അല്ലേ? അപ്പം അതിന് വേണ്ടി ഞാനിതൊന്നും ഇറേസ് ചെയ്ത് കളഞ്ഞിട്ടില്ല. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. മെയിൽ ബ്ലോക്ക് ഫിഗർ വരയ്ക്കാൻ വേണ്ടി ഇന്നലെ നമ്മൾ ഫീമെയിൽ ബ്ലോക്ക് ഫിഗർ ചെയ്തതുപോലെ തന്നെ ഫസ്റ്റ് നമ്മൾ സെൻറ്റർ ഓഫ് പേജിൽ ഒരു സ്ട്രെയിറ്റ് ലൈന് വരയ്ക്കാം. ഓക്കെ, ഞാൻ കുറച്ച് കട്ടി കൂട്ടുന്നുണ്ട്. ഇന്നലത്തെ വീഡിയോ ഞാൻ നേരിയതായി വരച്ചതുകൊണ്ട് വിസിബിലിറ്റി കുറവായിരുന്നു, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കട്ടിയിൽ വരയ്ക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, എന്നിട്ട് ഇന്നലെ ചെയ്തതുപോലെ, പക്ഷെ ഇന്നലെ നമ്മൾ എന്ത് ചെയ്തു, 1 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്തത് അല്ലേ? 1 ഇഞ്ചായിട്ടാണ് മാർക്ക് ചെയ്തത്. പക്ഷെ ഇത്തവണ നമ്മൾ എന്ത് ചെയ്യണം, 1 ഇഞ്ച് 4 ബ്ലോക്കാണ് മാർക്ക് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ 1 ഇഞ്ച് 4 ബ്ലോക്ക് മാർക്ക് ചെയ്യാണ്. 1 ഇഞ്ച് 4 ബ്ലോക്ക് പറയുമ്പോൾ അറിയാമല്ലോ അല്ലേ? ഇത് കണ്ടിട്ടില്ലെങ്കിൽ ഫീമെയിൽ ബ്ലോക്ക് ഫിഗർ കാണാം. 4 ബ്ലോക്ക് എന്ന് വെച്ചാൽ എന്താണെന്നെല്ലാം ഞാൻ ഇന്നലെ ഓൾറെഡി പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഞാനിവിടെ 1 ഇഞ്ച് കഴിഞ്ഞിട്ട് 4 ബ്ലോക്ക്, 1 2 3 4, ഇതാണ് ഞാൻ ഒന്നേന്ന് എടുക്കുന്നത്. ഇത് 0, ഇത് 1. ഓക്കെ, അതുപോലെ തന്നെ 1 ഇഞ്ച് 4 ബ്ലോക്ക് ചെയ്യാം. ഇന്നലെ നമ്മൾ എന്ത് ചെയ്തു, 0 to 10 ഓരോ 1 ഇഞ്ച് വീതമാണ് ഫീമെയിൽ ബ്ലോക്ക് ഫിഗറിൽ നമ്മൾ മാർക്ക് ചെയ്തത് അല്ലേ? മെയിൽ ബ്ലോക്ക് ഫിഗർ വരുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, ജസ്റ്റ് 1 ബ്ലോക്കായി നമ്മൾ എടുക്കുന്ന എന്താണ്, 1 ഇഞ്ച് 4 ബ്ലോക്സ് ആണ് നമ്മൾ ഒരു ബ്ലോക്കിൻ്റെ മെഷർമെൻ്റ് ആയിട്ട് എടുക്കുന്നത് കേട്ടോ. ഒരു ബ്ലോക്ക് മീൻസ് ഹെഡ് ബ്ലോക്ക്, അങ്ങനത്തെ ഇന്നലെ ഞാൻ ഓൾറെഡി പറഞ്ഞാണല്ലേ. ഹെഡ് ബ്ലോക്ക് ഉണ്ട്, നെക്ക് ബ്ലോക്ക് ഉണ്ട്, ഷോൾഡർ ബ്ലോക്ക്, ചെസ്റ്റ് ബ്ലോക്ക്, വേസ്റ്റ് ലൈൻ, ഹിപ്പ് ബ്ലോക്ക്, തൈ ബ്ലോക്ക്, നീ ബ്ലോക്ക്, കാഫ്, ആങ്കിൾ, ഫീറ്റ്, ഇത്രയും ബ്ലോക്സ് നമുക്ക് വരുന്നുണ്ട് ബ്ലോക്ക് ഫിഗറിൽ. അപ്പോൾ ഓരോ ബ്ലോക്ക് ഫിഗറിൻ്റെ മെഷർമെൻറ്റ് എന്നുള്ള രീതിയിൽ എടുക്കുമ്പം അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഈ ഒരു ലൈനിൽ നമ്മൾ മാർക്ക് ചെയ്യുന്ന ആ ഒരു ഇതുണ്ടല്ലോ, ഇന്നലെ നമ്മൾ 1 ഇഞ്ചായിരുന്നു ഫീമെയിൽ ബ്ലോക്ക് ഫിഗറിൽ മെഷർമെൻറ്റ് എടുത്തിരുന്നത്. പക്ഷേ മെയിൽ ബ്ലോക്ക് ഫിഗർ വരുമ്പം നമ്മളത് എന്താ ചെയ്യുന്നത്, 1 ഇഞ്ച് 4 ബ്ലോക്കാണ് നമ്മളിവിടെ മാർക്കിങ്സിൽ എടുക്കുന്നത്. അതാണ് ഡിഫറൻസ് ആയിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഹെഡ് ബ്ലോക്ക് വരയ്ക്കാം. ഹെഡ് ബ്ലോക്ക് ഇതുപോലെ തന്നെ ഈ ഒരു 1 ഇഞ്ച് 4 ബ്ലോക്കാണ് വരുന്നത്. അതിൽ 7 ബ്ലോക്ക് റൈറ്റിലേക്കും 7 ബ്ലോക്ക് ലെഫ്റ്റിലേക്കും. അത് ഇവിടെയും ചെയ്യണം. അതുപോലെ ഈ 1 എന്ന് പറഞ്ഞ ഈ പോയിന്റിലും 7 ബ്ലോക്ക് ഇങ്ങോട്ടേക്കും 7 ബ്ലോക്ക് ലെഫ്റ്റിലേക്കും അങ്ങനെ വരയ്ക്കുക കേട്ടോ. ഇതാണ് നമ്മുടെ ഹെഡ് ബ്ലോക്ക് വരുന്നത്. നെക്സ്റ്റ് നമുക്ക് നെക്ക് ബ്ലോക്ക് വരയ്ക്കാം. നെക്ക് ബ്ലോക്കിൽ നമ്മൾ
എന്താണ് 4 ബ്ലോക്ക് ഇന്നലെ എടുത്ത പോലെ തന്നെ 4 ബ്ലോക്ക് ഇതാ ഇവിടേക്കും 4 ബ്ലോക്ക് ലെഫ്റ്റിലേക്കും അങ്ങനെ എടുക്കുക. താഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുക, 10 ബ്ലോക്ക് താഴത്തേക്കും എടുക്കാം. അപ്പോൾ ഇത് ഇന്നലെ ചെയ്ത പോലെ തന്നെ ഓക്കെ. ഇപ്പോൾ 10 ബ്ലോക്ക് നമ്മൾ താഴത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇത് എത്രയായിരുന്നു? 7 ബ്ലോക്കാണ് കേട്ടോ. റൈറ്റും ലെഫ്റ്റും 7 ബ്ലോക്ക്. ഓക്കെ. ഇത് വരുന്നത് 1 ഇഞ്ച് 4 ബ്ലോക്ക്. താഴത്തേക്ക് 10 ബ്ലോക്ക്. ഓക്കെ. ഇനി ഇത് ഇങ്ങോട്ടേക്ക് 4 ബ്ലോക്ക് എടുക്കുക. അതുപോലെ തന്നെ ലെഫ്റ്റിലേക്കും 4 ബ്ലോക്ക് എടുക്കുക. ഓക്കെ. അപ്പം നമ്മളിവിടെ ഒരു വരച്ചിട്ടുണ്ട് അല്ലേ, ഇവിടെ ഒരു പോയിന്റ് ചെയ്തിട്ടുണ്ട്. ആ പോയിന്റിൻ്റെ റൈറ്റും ലെഫ്റ്റും ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, 4 ബ്ലോക്ക് വീതം എടുക്കുക. ഇനി ഇത് തമ്മിൽ ജോയിൻ ചെയ്യാം. ഓക്കെ അല്ലേ. ഇനി ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ 1 ഇഞ്ച് റൈറ്റിലോട്ടും ഇവിടെ നിന്ന് കേട്ടോ 1 ഇഞ്ച് റൈറ്റിലോട്ടും 1 ഇഞ്ച് ലെഫ്റ്റിലോട്ടേക്കും എടുക്കുക. നമ്മൾ എന്താ വരയ്ക്കുന്നത്? ഷോൾഡർ ബ്ലോക്ക്. ഇതെന്താണ്? ഇത് നെക്ക് ബ്ലോക്കാണ് കേട്ടോ. ദിസ് ഈസ് ആ നെക്ക് ബ്ലോക്ക്. ഇവിടുന്ന് 1 ഇഞ്ച്. ഓക്കെ. അതുപോലെ ഇപ്പുറത്തേക്കും 1 ഇഞ്ച്. ഓക്കെ അല്ലേ. അപ്പം ഇത് നമ്മൾ ഷോൾഡർ ബ്ലോക്കാണ് കേട്ടോ. ഇങ്ങോട്ടേക്ക് 1 ഇഞ്ച് വരും. ഇവിടേക്കും 1 ഇഞ്ച് വരും. നെക്സ്റ്റ് ഇന്നലെ നമ്മൾ ചെയ്തതുപോലെ തന്നെ ഷോൾഡർ ബ്ലോക്ക് കൊടുക്കാൻ 4 ബ്ലോക്ക് മേലേക്കും ഇവിടുന്ന് മേലേക്ക് 1 2 3 4. അതുപോലെ ഇവിടുന്നും ഓക്കെ. ഇത് 4 ബ്ലോക്കാണ് കേട്ടോ. എന്നിട്ട് ഇത് തമ്മിൽ ജോയിൻ ചെയ്യാം. ഞാൻ പൊതുവേ കട്ടിയിൽ വരയ്ക്കാറില്ല, പെൻസിൽ മാർക്ക് വരുന്നുണ്ട്. പക്ഷേ ഇത് ഇന്നലത്തെ വീഡിയോ നോക്കിയപ്പം വിസിബിലിറ്റി ഭയങ്കര കുറവായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ കുറച്ച് കട്ടിയിൽ വരയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഓക്കെ. ഇനിയപ്പോൾ നമ്മളത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് ചെസ്റ്റ് ബ്ലോക്ക് ആണ് അല്ലേ. അപ്പോൾ ചെസ്റ്റ് ബ്ലോക്ക് വരുന്നത് നമ്മുടെ ഇവിടെ 3 എന്നുള്ള മാർക്കിംഗ് ഇല്ലേ, 3 മാർക്കിങ്ങിൻ്റെ താഴത്തേക്ക് നമ്മൾ 4 ബ്ലോക്ക് കൊടുക്കുക. സ്കെയിലിൻ്റെ ഈ ഭാഗം സെൻറ്റിമീറ്റർ ആണ്, അതറിയാമല്ലോ അല്ലേ, സെൻറ്റിമീറ്റർ ആണ്. ഈ ഭാഗമാണ് നമുക്ക് ഇഞ്ച് വരുന്നത് കേട്ടോ. അപ്പോൾ ഇഞ്ച് തന്നെ എടുക്കുക കേട്ടോ. അത് അറിയാം എന്ന് വിചാരിക്കുന്നു, അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. എന്നാലും ഇപ്പോൾ പറയുകയാണേ. അപ്പോൾ 3 താഴത്തേക്ക് 4 ബ്ലോക്ക്. 4. ഓക്കെ. 4 ബ്ലോക്ക്. എന്നിട്ട് ഇതിൻ്റെ ഇവിടേക്കായിട്ട് റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും 10 ബ്ലോക്ക് എടുക്കുക കേട്ടോ. 1 2 3 4 5 10. ഇത് 10 ബ്ലോക്ക് കേട്ടോ. അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പുറത്തേക്ക് 10 ബ്ലോക്ക്.
ഓക്കെ, ഇനി ഇത് രണ്ടും ജോയിൻ ചെയ്യാം. ഇത് 10 ബ്ലോക്ക്, ഇതും 10 ബ്ലോക്ക്. ഓക്കെ, നമ്മളിവിടെ അപ്പോൾ നമ്മുടെ എന്ത് കഴിഞ്ഞു? ചെസ്റ്റ് ബ്ലോക്കും അതുപോലെ ഷോൾഡർ ബ്ലോക്കും കഴിഞ്ഞു അല്ലേ? ഫീമെയിലിൽ ആ ചെസ്റ്റ് ഏരിയനെ നമ്മൾ ബസ്റ്റ് എന്നാണ് പറഞ്ഞത് അല്ലേ? മെയിലാകുമ്പോൾ ചെസ്റ്റാണ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് വേണം? ഹിപ്പ് ബ്ലോക്ക് വേണം. ഹിപ്പ് ബ്ലോക്കിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഈ ഒരു പോയിന്റില്ലേ, ഈ പോയിന്റിൻ്റെ താഴത്തേക്ക് നമ്മൾ 8 ബ്ലോക്ക് എടുക്കുക കേട്ടോ. ഇത് എത്ര എടുക്കുന്നത്? 8 ബ്ലോക്ക്. ഓക്കെ, ഇനി ഇങ്ങോട്ട് റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും ഇവിടുന്ന് 12 ബ്ലോക്ക് എടുക്കുക. കുറച്ച് 10-നേക്കാളും 2 ബ്ലോക്ക് കൂടുതൽ. ഇത് രണ്ടും ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇതെന്താണ്? ഇത് വേസ്റ്റ് ലൈനാണ്. നമ്മുടെ വേസ്റ്റ് ലൈനാണ് ഇത് വരുന്നത്. ഇത് ഹിപ്പ് ബ്ലോക്കാണ്. ഓക്കെ, ഇനി നമുക്ക് തൈ ബ്ലോക്കാണ് വരയ്ക്കാനുള്ളത് അല്ലേ? തൈ ബ്ലോക്ക് നമ്മൾ ഇവിടെ 5 അല്ലേ, 5 മാർക്കിംഗ് വരുന്നില്ലേ? അവിടെ നിന്ന് 1/2 ഇഞ്ച് റൈറ്റിലോട്ടും 1/2 ഇഞ്ച് ലെഫ്റ്റിലോട്ടും വരയ്ക്കുക. ഓക്കെ, എന്നിട്ട് ഇത് തമ്മിൽ, ഇപ്പോൾ ഇത് എത്രയാണ് നമ്മളെടുത്തത്? 12 ബ്ലോക്കാണ് എടുത്തത് കേട്ടോ. ഇവിടെ 12, ഇവിടെ 12. ഓക്കെ, ഇത് തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്യാം. അപ്പം നമുക്ക് എന്ത് കിട്ടി? തൈ ബ്ലോക്ക് കിട്ടി അല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നീ ബ്ലോക്ക് ചെയ്യാം. നീ ബ്ലോക്ക് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു പോയിന്റിൽ നിന്ന് ഒരു 10 ബ്ലോക്ക് താഴത്തേക്ക് എടുക്കുക. ഓക്കെ, ഇനി 2 സൈഡിലേക്ക് ഇതുപോലെ 10 ബ്ലോക്ക് തന്നെ എടുക്കാം. റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും ഈ ഒരു പോയിന്റിൽ നിന്ന്. ഓക്കെ, ഇത് തമ്മിൽ ജോയിൻ ചെയ്യാം. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? നീ ബ്ലോക്ക്. നെക്സ്റ്റ് നമുക്ക് എന്ത് വേണം? കാഫ് ബ്ലോക്ക് വേണം അല്ലേ? കാഫ് ബ്ലോക്കിന് വേണ്ടിയിട്ട് നമ്മളിവിടെ 7 എന്ന് പറഞ്ഞ മാർക്കിംഗ് ഇല്ലേ, ഈ 7 മാർക്കിങ്ങിൻ്റെ താഴത്തേക്കായിട്ട് 10 ബ്ലോക്ക് എടുക്കാം.
ഇത് നമ്മൾ എത്ര എടുക്കുന്നത് 10 ബ്ലോക്ക്. ഓക്കെ, എന്നിട്ട് ഇവിടുന്ന് നമ്മൾ 6 ബ്ലോക്ക് റൈറ്റിലോട്ടും 6 ബ്ലോക്ക് ലെഫ്റ്റിലോട്ടേക്കും വരയ്ക്കാം. സോറി, ഇത് തമ്മിൽ ജോയിൻ ചെയ്യാം. ഇതാണ് നമ്മുടെ കാഫ് ബ്ലോക്ക്. ഇത് ഇത്രയും നമ്മൾ എടുത്തിരുന്നത് 10 ബ്ലോക്ക് അല്ലേ. പഠിക്കാൻ വേണ്ടിയിട്ട് ഇത് മാർക്ക് ചെയ്യുന്നതാണ് ഏറ്റവും ബുദ്ധി. പിന്നെ നമ്മൾ റെഫർ ചെയ്യുമ്പോൾ ഇത് ഒരുപാട് നമുക്ക് ഉപകാരപ്പെടും. ഓക്കെ, ഇത് പെട്ടെന്ന് മറക്കും ഇതെല്ലാം. നമ്മൾ പിന്നെ ചിലപ്പോൾ ഉള്ള എന്താ പറയുക, ഓൾറെഡി ഉള്ള എന്തെങ്കിലും ക്രോക്കീസൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ വരയ്ക്കുക. പക്ഷെ നമ്മുടേതായിട്ടുള്ളൊരു ക്രോക്കി വേണമെങ്കിൽ നമുക്ക് ഈ മെഷർമെൻറ്റ്സ് എല്ലാം അറിയണം. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം, കാഫ് ബ്ലോക്ക് വരയ്ക്കാം, അല്ല കാഫ് ബ്ലോക്ക് മാർക്ക് ചെയ്യാം. യെസ്, ഇനി നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഇതെന്താ ഇപ്പോൾ നമ്മൾ വരച്ചത്, ഇത് ആങ്കിൾ ബ്ലോക്കാണ് അല്ലേ. ദിസ് ഈസ് ആങ്കിൾ ബ്ലോക്ക്. ഇനി നമുക്ക് ഫീറ്റ് ബ്ലോക്ക് വരയ്ക്കണം. ഫീറ്റ് എന്ന് പറയുമ്പം നമ്മൾ എന്ത് ചെയ്യണം, ഈ 8 എന്ന് പറഞ്ഞ മാർക്കിംഗ് ഇല്ലേ, ഇതിന് താഴത്തേക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു 1/2 ഇഞ്ച് എടുക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഈ ഒരു ബുക്ക് ഭയങ്കര ചെറുതാണ്. കുറച്ച് വലിയ ബുക്കായിരുന്നെങ്കിൽ ഇത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള ബുക്ക് ചെറുതായിപ്പോയി. ഓക്കെ, അപ്പോൾ കുറച്ച് വലിയ ബുക്കാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ താഴത്തേക്ക് കുറച്ച് ഏരിയ വിട്ടിട്ടാണ് മേലെ കുറച്ച് കയറ്റിയിട്ടുമാണ് ഇത് വരച്ചത്. അതിൻ്റെ റീസൺ ഇതാണ്, നമ്മൾ 8 എന്ന് പറഞ്ഞ മാർക്കിങ്ങിന് താഴത്തേക്ക് എന്ത് വേണം, ഒരു 1/2 ഇഞ്ച് വെക്കണം. ഓക്കെ, അതുകൊണ്ടാണ് കേട്ടോ. ഞാനിവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് 1/2 ഇഞ്ചാണ്. ഈ പോയിന്റിൽ നിന്ന് റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും നമ്മൾ എന്ത് ചെയ്യുക, 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഓക്കെ, ഇനി ഇത് തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്യാം. ഇത് 1/2 ഇഞ്ചാണ്, ഇതും 1/2 ഇഞ്ചാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബ്ലോക്ക് ഫിഗർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കൈയിൻ്റെ ഏരിയ വരയ്ക്കണം അല്ലേ. അത് ഇന്നലെ പറഞ്ഞതുപോലെ ഇത് വ്യത്യാസമുണ്ട് മെയിലും ഫീമെയിലും തമ്മിൽ. മെയിലിൽ വരുമ്പോൾ ഇവിടെ 1 ഇഞ്ച് 12 ബ്ലോക്കാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. 1 ഇഞ്ച് 12B. ഓക്കെ, അപ്പം നമ്മളിവിടെ 1 ഇഞ്ച്, അത് കഴിഞ്ഞിട്ട് 1 2 3 4 5 6 7 8 9 10 11 12. ഓക്കെ, ഇത് നമ്മൾ ഇത്രയും എടുക്കണേ. ഒരു ലൈൻ വരച്ചു. അതിനുശേഷം 4 ബ്ലോക്ക് നമ്മൾ ഹാൻഡിൻ്റെ ഏരിയ ആണ് വരയ്ക്കുന്നത്. ഹാൻഡിൻ്റെ ഏരിയയിൽ 4 ബ്ലോക്ക് ജസ്റ്റ് ഇതാ ഇങ്ങനെ 1 2 3 4. ഓക്കെ, ഇനി ഇവിടേക്കും ഒരു 4 ബ്ലോക്ക് വരയ്ക്കുക. അതെന്തായാലും നമ്മൾ ഫ്ലഷ് ഫിഗർ വരയ്ക്കുമ്പോൾ കൈ ഇങ്ങനെ ഒന്നും ആയിരിക്കുമല്ലോ, നമ്മൾ വേറെ തന്നെ വരയ്ക്കും കേട്ടോ. ബ്ലോക്ക് ഫിഗറിൽ ഇത് ജസ്റ്റ് ഇങ്ങനെ ചെയ്യുന്നൊന്നുമില്ല. 2 3 4 ഇങ്ങനെയാണ് ഞങ്ങൾ പഠിച്ചത് കേട്ടോ. ഓക്കെ, ഇതാണ് മെയിൽ ബ്ലോക്ക് ഫിഗർ വരുന്നത്. ഈ ഒരു ഏരിയ 1 ഇഞ്ച് 12 ബ്ലോക്കും, ഇത് 4 ബ്ലോക്ക്, ഇതും 4 ബ്ലോക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൽ ബ്ലോക്ക് ഫിഗർ. ഇനി നമുക്കൊന്ന് ബ്ലാക്ക് ഇങ്ക് കൊണ്ട് ഔട്ട്ലൈൻ ചെയ്തെടുക്കാം.
സോ ഇങ്ങനെയാണ് ഞങ്ങളുടെ മെയിൽ ബ്ലോക്ക് ഫിഗർ പഠിച്ചത് കേട്ടോ. ഇത് ഞാൻ പഠിച്ച രീതിയാണ്. ഇനി നിങ്ങൾ പഠിച്ച രീതി എന്താണെന്ന് വെച്ചാൽ അത് കമൻറ്റ് ചെയ്യുക കേട്ടോ. ബാക്കിയുള്ളവർക്ക് അറിയാമല്ലോ, നോളജ് അല്ലേ. പല രീതിയിൽ ക്രോക്കീസ് വരയ്ക്കുന്നവരുണ്ട്. ഇത് ഏകദേശം ഒരു വി ഷേപ്പ് ബോഡി, ഈ ചെസ്റ്റൊക്കെ ആണുങ്ങളുടെ ഒരു മെസ്കുലൈൻ ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ അല്ലേ കുറച്ചും കൂടെ ഒരു വി ഷേപ്ഡ് ബോഡി ആയിരിക്കുമല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ ഈ ഒരു ഏരിയ കുറച്ച് ചെറുതാക്കിയിട്ടും ഇങ്ങനെ ആക്കി വരച്ചത്. പക്ഷെ പെണ്ണുങ്ങളുടെ ആകുമ്പോൾ എന്താ നേരെ തിരിച്ചിട്ട് ഈ ഒരു ഷോൾഡറും ഹിപ്പ് ഏകദേശം ഒരേ രീതിയിൽ വരുന്ന അങ്ങനത്തെ രീതിയിലാണ് നമ്മൾ ഇന്ന് വരച്ചത്. ഇന്നലെ വരച്ചത്. അപ്പോൾ ഇന്നലെ വരച്ചത് കണ്ടവർക്ക് ഇതിൻ്റെ ഒരു ഡിഫറൻസ് നന്നായിട്ട് മനസ്സിലാവും. ഇപ്പം എനിക്ക് കൂടുതലും സത്യം പറഞ്ഞാൽ വരുന്ന പ്രൊജക്ട്സ് എല്ലാം മെയിലാണ്, ജെൻസ് വെയറാണ് വരുന്നത്. പ്രത്യേകിച്ച് ടീഷർട്ട് ഗ്രാഫിക് ടീഷർട്ട്സിൻ്റെ. അപ്പോൾ ഇന്നലെ ഒരു പ്രൊജക്റ്റ് ഞാൻ ചെയ്തു. ഇന്നലെ രാത്രിയാണ് കിട്ടിയത്. ഞാൻ ജസ്റ്റ് അവരോടൊന്ന് ചോദിച്ചിട്ടുണ്ട്, അത് എനിക്കിങ്ങനെ ചാനലിൽ ഇടണം എന്നുണ്ടെന്നൊക്കെ. അവർ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് അതിൻ്റെ ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഈ ബ്ലോക്ക് ഫിഗറിൻ്റെ ഉള്ളിൽ എങ്ങനെ നമുക്ക് ഫ്ലഷ് ഫിഗർ വരയ്ക്കാം എന്നുള്ളത് പഠിക്കാം. ഓക്കെ. ഇപ്പം നമ്മൾ ബ്ലോക്ക് ഫിഗറല്ലേ പഠിച്ചുള്ളൂ, ഇങ്ങനെയല്ലല്ലോ ക്രോക്കി ഉണ്ടാവുക. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ബോഡി ഷേപ്പ് ചെയ്യുന്ന രീതിയും ഞങ്ങൾ പഠിച്ച രീതി ഞാനിവിടെ കാണിക്കാം കേട്ടോ. അപ്പോൾ അതുവരെ ബൈ.